ഹായ് ദേവി, ബാക്കി ആരെങ്കിലും ജോയിൻ ആവുന്നുണ്ടോന്ന് നോക്കാമേ. ഓക്കെ. ഹലോ ലിൻഡ. ഹായ്. വേറെ ആരെങ്കിലും ജോയിൻ ആവുന്നുണ്ടെന്ന് നോക്കാം കേട്ടോ. ഓക്കെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജോയിൻ ചെയ്യുന്നവര് ആസ് ഇറ്റ് ഇസ് ജോയിൻ ചെയ്തോട്ടെ. സോ ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്ന പ്ലേ റേറ്റിൽ നമുക്ക് അല്ലൂർ റിപ്പോർട്ട്സ് എന്ന ടോപ്പിക് എടുക്കാനുണ്ടായിരുന്നു അല്ലേ? ആദ്യം നമുക്ക് അല്ലൂർ റിപ്പോർട്ട്സ് എടുക്കാം, അതിനുശേഷം ഫെർദർ ടോപ്പിക്സിലേക്ക് പോവാം കേട്ടോ. അതവിടെ കവർ ആയിക്കോട്ടെ. സ്ക്രീൻ ഷെയർ ചെയ്തൊരാള്. സോ അല്ലൂർ റിപ്പോർട്ട്സ് എന്ന് വെച്ചാൽ നമ്മുടെ HTML റിപ്പോർട്ട്സിനേക്കാൾ കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള യൂസർ ഇന്റർഫേസ് ഉള്ള കൈൻഡ് ഓഫ് റിപ്പോർട്ടാണ് അല്ലൂർ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഹായ് വിജേഷ്. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലി ജനറേറ്റ് ചെയ്യുന്നത് HTML റിപ്പോർട്ട്സ് ആയിരുന്നു. ഇനി അതുപോലെ തന്നെ അല്ലൂർ റിപ്പോർട്ട്സ് എന്നിട്ട് കൈൻഡ് ഓഫ് റിപ്പോർട്ട്സ് ഉണ്ട്. അതായത് കുറച്ചും കൂടെ പ്രസന്റബിൾ ആയിട്ടുള്ള കൈൻഡ് ഓഫ് റിപ്പോർട്ട്സ്. നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ ആ റിപ്പോർട്ട്സിലേക്ക് ആഡ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ, HTML റിപ്പോർട്ട് ആണെങ്കിലും ശരി, ഇനി അങ്ങോട്ട് ഏതൊരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുകയാണെങ്കിലും അതിലേക്ക് ആഡ് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് ആദ്യം അത് ആഡ് ചെയ്യാം. പ്ലേറൈറ്റ് കോൺഫിഗ് JS-ലേക്ക് പോവുക. യൂസ് എന്ന സെക്ഷനിലാണ് അതിലേക്ക് വന്നേ. തന്നെ മുകളിലെ യൂസ് തന്നെ ട്രേസ് ഓൺ ഫസ്റ്റ് റീട്രൈ. അത് ട്രേസ് ഓൺ ട്രേസിൻ്റെ അവിടെ അത് റിമൂവ് ചെയ്തിടാ. സിംഗിൾ കോട്ട്സ് ഉള്ള വാല്യൂ ഇല്ല, ട്രേസ് റിമൂവ് ചെയ്യരുത്. ഓൺ ഫസ്റ്റ് റീട്രൈ വാല്യൂ റിമൂവ് ചെയ്യുക. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വരും. ON ടൈപ്പ് ചെയ്തിടാ. ഓൺ ഹൈഫൻ ഓപ്ഷൻ പറഞ്ഞുതരാമേ. ഓൺ ഫസ്റ്റ് അത് ഓൺ ഫസ്റ്റ് റീട്രൈ തന്നെ വെച്ചോ, കുഴപ്പമില്ല. ഓൺ ഫസ്റ്റ് റീട്രൈ കിട്ടുന്ന കോമ സെപ്പറേറ്റ് ചെയ്തിട്ട് അടുത്ത ലൈനിൽ എൻ്റർ ചെയ്തിടാ.
screenshot colon only on failure. ബിക്കോസ് നമുക്ക് എപ്പോഴാണ് സ്ക്രീൻഷോട്ടിന്റെ ആവശ്യം വരുന്നത്? ഒരു പ്രൂഫ് കാണിക്കാൻ അല്ലേ? അതായത് ഫെയിലിയർ വന്നു, പ്രൂഫ് കാണിക്കാൻ ആണ് നമുക്ക് എന്ത് വേണ്ടത്? സ്ക്രീൻഷോട്ടിന്റെ ആവശ്യം വരുന്നത് അല്ലേ? നെക്സ്റ്റ് താഴെ ടൈപ്പ് ചെയ്തോളൂ, കോമ സെപ്പറേറ്റ് ചെയ്തിട്ട്. ഒരു സെക്കൻഡ് എത്തുന്നേ ഉള്ളേ. ആ സ്ക്രീൻഷോട്ടിനകത്ത് ഓൺലി ഓൺ ഫെയിലിയർ എന്നല്ലേ ആഡ് ചെയ്യണ്ടേ? ഓൺലി ഹൈഫൺ ഓൺ ഹൈഫൺ ഫെയിലിയർ. അതെ. ഓക്കെ ഓക്കെ. അടുത്ത പറയാം. നെക്സ്റ്റ് വീഡിയോ റിട്ടേൺ ഓൺ ഫെയിലിയർ, ടാബ് അടിച്ചു. എല്ലാവരും ആഡ് ചെയ്തു. അത് ആഡ് ചെയ്തു. സേവ് ചെയ്തോളൂ കേട്ടോ. ഒന്ന് ഓട്ടോ സേവ് ആയിട്ടുണ്ടാവും, ജസ്റ്റ് ഒന്നുകൂടെ സേവ് ചെയ്യാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്യൂർ എന്ന് പറഞ്ഞ റിപ്പോർട്ട് കുറച്ചുകൂടി പ്രസന്റബിൾ ആണോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ ഇത് നമുക്ക് ബൈ ഡിഫോൾട്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ കമാൻഡ് കൊടുത്തോളൂടാ, npm install -d capital D ആണേ, സ്പേസ് allure -playwright. എല്ലാം സ്മോൾ അല്ലേ? എല്ലാം സ്മോൾ. എൻ്റർ അടിക്കുക. ആർക്കെങ്കിലും എറർ അടിച്ചിട്ടുണ്ടോ ഇതിന്? അത് റൺ ആവുന്നേ ഉള്ളേ. ഓക്കെ, വിജേഷ് എറർ ഉണ്ടോ അവിടെ എന്തെങ്കിലും? ഓക്കെ, എക്സിക്യൂട്ട് ആയിട്ട് പറയൂ കേട്ടോ രണ്ടുപേരും. Uh, 30 packages, added 6 packages and audited 226 packages. 26 പാക്കേജസ് വന്നല്ലേ? ഓക്കെ ഫൈൻ. ഓക്കെ. എല്ലാവർക്കും വന്നല്ലോ അല്ലേ? അത് അത് കുഴപ്പമില്ല, അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ട് വരും, അത് പ്രശ്നമില്ല കേട്ടോ. അടുത്ത കമാൻഡ് കൊടുത്തോളൂ, npm install -d allure command line command line. ഒരു വേർഡ് അല്ലേ കമാൻഡ് ലൈൻ? അതെ, allure command line സിംഗിൾ വേർഡ് ആണ്. എൻ്റർ അടിക്കും. ആർക്കെങ്കിലും എറേഴ്സ് ഉണ്ടോടാ? ഇല്ല, ആഡഡ് 1 പാക്കേജ് എന്ന് പറഞ്ഞു. ആഡഡ് 1 പാക്കേജ് വന്നല്ലേ? ഓക്കെ ഫൈൻ. ഇനി എല്ലാവരും ഒരു വട്ടം കൂടെ പ്ലേറൈറ്റ് കോൺഫിഗ് ചെയ്ത് എടുക്കുക കേട്ടോ. റിപ്പോർട്ടറിൽ അവിടെ എന്താണ് സിംഗിൾ കോട്ട്സിൽ HTML എന്ന് മാത്രമല്ലേ ഉള്ളൂ. അതിനുശേഷം അവിടെ നമുക്ക് അല്ലു റിപ്പോർട്ടിനെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അതിനൊന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ.
second. HTML എന്ന് പറയുന്ന അതില്ലടാ, അതിനൊരു സ്ക്വയർ ബ്രാക്കറ്റ്സിലേക്ക് ഇട്ടേ. HTML-ന് അറേ ആക്കാനാണോ? ഒരു array ആക്കാനാണ് അത്. ഇനി HTML-നെ again ഒരു സ്ക്വയർ ബ്രാക്കറ്റ്സിൽ ഇടാം. കോമ കഴിഞ്ഞിട്ട് അതിനകത്ത് again ഒരു array ക്രിയേറ്റ് ചെയ്യുക. സിംഗിൾ കോട്ട്സിൽ കൊടുത്തോളൂ allure ഹൈഫൻ പ്ലേറൈറ്റ്. ഓക്കെ ഫൈൻ. ഇതെല്ലാവരും ചെയ്തോ? allure ഹൈഫൻ പ്ലേറൈറ്റ് അല്ലേ? ചെയ്തു. സേവ് ചെയ്തല്ലോ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ടെർമിനലിലേക്ക് വന്നോളൂ. അടുത്ത കമാൻഡ് കൊടുക്കാമേ. npx playwright test. ഏതൊക്കെ എക്സിക്യൂട്ട് ആണല്ലോ വെച്ചാൽ എക്സിക്യൂട്ട് ചെയ്ത് പോയിക്കോട്ടെ കേട്ടോ. എൻ്റർ അടിച്ചു. ഓക്കെ, ഒരു ഫയൽ എക്സിക്യൂട്ട് ആയി. എല്ലാവർക്കും ഫയൽസ് എക്സിക്യൂട്ട് ആയോ? അത് ആർക്കെങ്കിലും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? എക്സിക്യൂഷൻ നടക്കുവാണേ. എക്സിക്യൂഷൻ നടക്കട്ടെ കേട്ടോ. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് പോകാം. വിജേഷിനത് എക്സിക്യൂട്ട് നടക്കുമല്ലേടാ? പാസ്ഡ് ആയോ? കഴിഞ്ഞേ. എല്ലാം എക്സിക്യൂട്ട് ആയിപ്പോ കൊണ്ടുപോയി. ഓക്കെ, Ctrl+C കൊടുത്തോളൂ കേട്ടോ. അടുത്ത കമാൻഡ് കൊടുക്കടാ. npx allure generate allure. ഓക്കെ, generate allure hyphen results space hyphen o space allure hyphen reports allure hyphen report space hyphen clean ഈ കമാൻഡ് ആണ് നമുക്ക് allure റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് ഫോൾഡേഴ്സ് എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. allure റിസൾട്ട്സ് എന്ന് പറഞ്ഞിട്ടും allure റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടും. ഇഫ് ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫയൽസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലുള്ള കണ്ടന്റിനെ ഡിലീറ്റ് ചെയ്യൂ, പുതിയ കണ്ടന്റിനെ ആഡ് ചെയ്യൂ. അതാണ് നമ്മൾ ഈ കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റർ അടിച്ചോളൂ. റിപ്പോർട്ട് സക്സസ്ഫുള്ളി ജനറേറ്റഡ് എന്ന് പറഞ്ഞിട്ട് വന്നോ?
ലിൻറ്റയ്ക്കും ആ വിജേഷിനും വന്നു. ഓക്കെ. അടുത്ത കമാൻഡ് കൊടുത്തോളടാ. npx allure open allure -report. എൻ്റർ അടിച്ചോളൂ. കണ്ടോ, നമ്മളുടെ നോർമൽ HTML റിപ്പോർട്ടിലെ സെയിം കണ്ടന്റ് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, എത്ര ടെസ്റ്റ് കേസസ് പാസ്ഡ് ആയി, എത്ര പെർസെൻറ്റേജ് ഓഫ് ടെസ്റ്റ് കേസസ് പാസ്സായി, ഡീറ്റെയിൽഡ് ആയിട്ട് കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അതിലില്ലടാ, ഓവർവ്യൂ തന്നെ പോ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ കുറേ തവണ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണെങ്കിൽ ആ ക്രോമിയൻ എക്സ്പാൻഡ് ചെയ്ത് നോക്കടാ. ഷോൾ കൊടുത്തിട്ട് ക്രോമിയൻ എക്സ്പാൻഡ് ചെയ്തേ. കണ്ടോ, അതിൽ ആ ഫെയിൽ ആയ ടെസ്റ്റ് കേസ് ഒന്ന് എടുത്തടാ. അലേർട്ട് ഹെഡിങ് ഓക്കെ ക്ലിക്ക് ചെയ്തേ. കണ്ടോ, ഇവിടെ എറർ കാണുന്നുണ്ട്. അതുപോലെ എക്സിക്യൂഷൻ പാരാമീറ്റർ ഒന്ന് താഴേക്ക് വരൂ. എന്ത് എറർ കൊണ്ടാണ് ഇവിടെ ഫെയിൽ ആയിട്ടുള്ളത്? ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താണ്? ഒരു എന്താ പറയുക, അസേർഷൻ എറർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ സ്ക്രീൻഷോട്ട് ക്യാപ്ചർ ചെയ്യാൻ ഒന്നും തന്നെ ഇല്ല. പകരം നമുക്ക് റിപ്ലിക്കേഷൻ സ്റ്റെപ്സിന്റെ ഫെയിലിയർ ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും? നമുക്ക് അവിടെ ഒരു സ്ക്രീൻഷോട്ട് ക്യാപ്ചർ സോറി ഇവിടെ താഴെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവിടെ കണ്ടോ, അതായത് ലാസ്റ്റത്തെ പിക്ക് ഇമേജ് എന്താണോ ഉള്ളത് അതിനെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അല്ലേ? അല്ല, വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയടാ. വീഡിയോ ഒന്ന് എക്സ്പാൻഡ് ചെയ്തേ താഴെയല്ലേ, ഒന്ന് എക്സിക്യൂട്ട് ചെയ്തു. കണ്ടോ, അതായത് എന്താണ് അവിടെ സംഭവിച്ചത്, ഏത് ഫെയിലിയർ വന്ന പോയിന്റിൽ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് ഒരു വീഡിയോ ഫോർമാറ്റിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? അപ്പൊ ഓൺ ഫെയിലിയർ മാത്രമേ സ്ക്രീൻഷോട്ടും വീഡിയോയും ക്യാപ്ചർ ചെയ്യുള്ളൂ അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഓൺ എന്ന് പറഞ്ഞു കൊടുത്താൽ എല്ലാത്തിനും ക്യാപ്ചർ ആവും. പക്ഷെ എന്താന്ന് വെച്ചാൽ നമുക്കപ്പോൾ സ്റ്റോറേജ് കുറെ പോവും. ആവശ്യമില്ലാത്തൊരു കാര്യമാണത്. ഓക്കെ ഓക്കെ. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്ന് മാത്രം. ഓക്കെ. ഇത് ക്ലിയർ അല്ല അല്ലയോ റിപ്പോർട്ട്സ്? ഇനിയൊക്കെ നമ്മുടെ ഇന്ന് പ്ലേ റൈറ്റ് കോൺഫിഗ് ജെഎസിലെ ബാക്കി നമുക്ക് കവർ ചെയ്യാനുള്ള കൺസെപ്റ്റ്സ് കൂടെ കവർ ചെയ്ത ശേഷം നമുക്കിനി ജാവാ സ്ക്രിപ്റ്റിലേക്ക് കടക്കാം. അതവിടെ കഴിഞ്ഞില്ലേ? ഇത് ക്ലിയർ ആണല്ലോ അല്ലെ? അല്ലയോ റിപ്പോർട്ട്സ്? അതുകൊണ്ട് ഡൗട്ട്സ് ഇല്ലല്ലോ? ലിൻറ്റ ആൻഡ് വിജേഷ് ഡൗട്ട്സ് ഇല്ലല്ലോ? ദേവി ഇല്ല. തിരിച്ച് നമ്മുടെ പ്ലേ റൈറ്റ് കോൺഫിഗ് ജെഎസിലേക്ക് വന്നോളൂ. പ്ലേ റൈറ്റ് കോൺഫിഗ് ജെഎസ് ഇവിടെ നിങ്ങൾക്ക് മുകളിൽ റീട്രൈസ് എന്നൊരു ഓപ്ഷൻ കാണാം അല്ലേ? റീട്രൈസ് എന്താണ് നല്ല ഐഡിയ ഉണ്ടോ? പറഞ്ഞു തന്നിട്ടുണ്ടോ? PDD കുക്കുംബറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലേ റൈറ്റിൽ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇല്ല. ഓക്കെ, നമ്മൾ PDD കുക്കുംബറിൽ എന്താ റീട്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ? മറ്റേ ഈ ഓട്ടോമാറ്റിക് ഫെയിൽഡ് സിനാരിയോസ് വരുമ്പോ അത് റീട്രൈ ചെയ്യും. ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു വട്ടോ രണ്ട് വട്ടം നമ്മൾ എത്ര തവണയാണോ പറയുന്നത് അത്രയും തവണ എക്സിക്യൂട്ട് ചെയ്യും അല്ലേ? അപ്പൊ ഫ്ലേക്കി ടെസ്റ്റ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. കറക്റ്റ്.
ഇവിടെ ഇപ്പൊ കിടക്കുന്നത് റീട്രൈസ് പ്രോസസ് CNV എന്നൊരു വാല്യൂ ആണ്. ആ വാല്യൂ റിമൂവ് ചെയ്തിട്ട് റീട്രൈസ് കോളൻ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ സെറ്റ് ചെയ്ത് നോക്കടാ. കോളൻ ഇത് 0 വരെ റിമൂവ് ചെയ്തോ. ഫുൾ റിമൂവ് ചെയ്തിട്ട് ഒരു നമ്പർ സെറ്റ് ചെയ്യാം. 2 സെറ്റ് ചെയ്തോ. ഓക്കെ 2 സെറ്റ് ചെയ്തോ. ഈ 2 സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ BDD കുക്കുംബറിൽ കണ്ടതുപോലെ തന്നെ ഇവിടെയും റീട്രൈൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഫെയിൽഡ് ആയിട്ടൊരു ടെസ്റ്റ് കേസ് വന്നാൽ 2 തവണ അഡീഷണലി എക്സിക്യൂട്ട് ചെയ്യും ഓട്ടോമാറ്റിക് ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് വർക്കേഴ്സ്. വർക്കേഴ്സ് കോളൻ പ്രോസസ് CNV അത് ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ ആണ്, നമുക്കത് മാറ്റാം കേട്ടോ. വർക്കേഴ്സ് എന്ന് വെച്ചാൽ എത്ര പേരാണ് എൻ്റെ ഈ അപ്ലിക്കേഷൻ ആക്സസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര പേര് ആക്സസ് ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് സിമുലേറ്റ് ചെയ്യാനുള്ളത്. നമ്മൾ പാരലൽ ടെസ്റ്റിംഗ് ചെയ്തില്ലായിരുന്നോ? സെയിം കൺസെപ്റ്റ് ഇവിടെ JS പ്ലേറൈറ്റിൽ പാരലൽ ടെസ്റ്റിംഗ് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ വർക്കേഴ്സ് കോളൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത്. വർക്കേഴ്സ് കോളൻ എനിക്ക് എത്ര യൂസേഴ്സ് ആയിട്ട്, അപ്പോൾ 2 എന്ന് കൊടുത്താൽ ഞാൻ ഇനി അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന എല്ലാ ടെസ്റ്റ് കേസസിനും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കാണാറില്ലേ എന്താണ് എക്സിക്യൂട്ടിംഗ് വൺ ടെസ്റ്റ് കേസ് ഫോർ 1 യൂസർ എന്ന് പറഞ്ഞിട്ട് കാണാറില്ലേ നമ്മൾ. അതിന് പകരം എക്സിക്യൂട്ടിംഗ് ദ ടെസ്റ്റ് കേസ് ഫോർ 2 യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ട് വരും. അതായത് ഈ നോട്ട്സ് ആണോ നമ്മൾ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്? അതായത് നമ്മൾ നോട്ട്സ് ആയിട്ടാണ് സെറ്റ് ചെയ്യുക. ഇപ്പൊ നോക്കൂ, നമ്മുടെ ഒരു അപ്ലിക്കേഷന് റിയൽ ടൈം സിനാരിയോയിൽ നോക്കുകയാണെങ്കിൽ ഒരു അപ്ലിക്കേഷന് ഞാനും ദേവിയും ഒരേ സമയം ലോഗിൻ ചെയ്യാൻ ട്രൈ ചെയ്യാണ്. എന്റെ ക്രെഡൻഷ്യൽ വെച്ച് ഞാനും ദേവിയുടെ ക്രെഡൻഷ്യൽ വെച്ച് ദേവി. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് വർക്ക് ചെയ്യുമോ? ലോഡ് ടെസ്റ്റിംഗ് അങ്ങനത്തെയൊക്കെ പോലെ ലോഡ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്നൊക്കെ പറയത്തില്ലേ? ഒരു കൈൻഡ് ഓഫ് പെർഫോമൻസ് ടെസ്റ്റിംഗ് ലോഡ് ടെസ്റ്റിംഗ് എന്നേ പറയാൻ പറ്റുള്ളൂ. എക്സാക്ട്ലി എന്താ പറയുക, എൻറ്റയർ ആയിട്ടുള്ള ടെസ്റ്റിംഗ് ആയില്ല അത്. അതിന്റെ ഒരു പാർട്ട് ഓഫ് ലോഡ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറയാം. ചോദിച്ചോളൂ, കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു നമ്പർ കൊടുക്കുകയാണെങ്കിൽ, ഒരു ഫിക്സ് നമ്പർ കൊടുക്കുകയാണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് നമ്മൾ എത്ര CPUന്റെ ലൈക്ക് കോർ ഉണ്ട്, എത്ര CPU കോർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, എത്ര CPU കോർ യൂസ് ചെയ്താണ് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നാണ് ഞാൻ വർക്കേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. CPU കോർ എന്ന് വെച്ചാൽ നമ്മൾ റിയൽ ടൈം സിനാരിയോ ആയിട്ട് പറയുമ്പോൾ നമ്പർ ഓഫ് യൂസേഴ്സ്. കാരണം സിസ്റ്റത്തിന് അങ്ങനെയല്ലേ റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. CPUന്റെ കോർ ആയിട്ടല്ലേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഡൗട്ട്സ് ഉണ്ടോടാ? ഇനി മുകളിൽ ഫുള്ളി പാരലൽ എന്ന ഓപ്ഷൻ ഉണ്ട്, കണ്ടോ? നമ്മൾ ഈ ഫുള്ളി പാരലൽ എന്ന ഓപ്ഷനെ ഫോൾസ് ആക്കി കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പൊ കൊടുക്കണ്ട. ഫുള്ളി പാരലൽ എന്ന ഓപ്ഷനെ ഫോൾസ് ആക്കി കൊടുത്താൽ നമ്മൾക്ക് സീക്വൻഷ്യൽ എക്സിക്യൂഷൻ, സീരിയൽ എക്സിക്യൂഷൻ മാത്രമേ പെർഫോം ചെയ്യത്തുള്ളൂ. ഓക്കെ, നമ്മുടെ ഈ വർക്കേഴ്സ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഒന്നും വർക്ക് ചെയ്യത്തില്ല. നമുക്ക് രണ്ടായിട്ടുള്ള പ്ലെയർ ആയിട്ടുള്ള എക്സിക്യൂട്ട് ചെയ്യാം. സീക്വൻഷ്യൽ ആയിട്ടുള്ള സീരിയൽ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ പാരലൽ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. ഫുള്ളി പാരലൽ കോളൻ ട്രൂ എന്ന് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പാരലൽ ആയിട്ടുള്ള എക്സിക്യൂഷൻ പോസിബിൾ ആവുള്ളൂ. ഫോർബിഡ് ഓൺലി എന്നൊരു ഓപ്ഷൻ. ഈ ഓപ്ഷൻ ജെൻകിൻസിനെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മൾ ടെസ്റ്റ് ഡോട്ട് ഓൺലി എന്ന് പറഞ്ഞ് നമ്മൾ കമാൻഡ് കൊടുക്കാറില്ലേ? ജെൻകിൻസിൽ ആക്ച്വലി സ്പീക്കിംഗ്, ജെൻകിൻസ് അല്ലെങ്കിൽ ഏതൊരു എന്താ പറയുക CI/CD ടൂൾ കൺസിഡർ ചെയ്യുകയാണെങ്കിലും ശരി, അവിടെയൊക്കെ ഈ ടെസ്റ്റ് ഡോട്ട് ഓൺലി എന്ന് പറഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. ഓക്കെ, മെയിൻ റീസൺ ഞാൻ പറയാം. നമ്മൾ ജെൻകിൻസിൽ എന്തിനാ എക്സിക്യൂട്ട് ചെയ്യുന്നേ? എല്ലാ ടെസ്റ്റ് കേസും കൂടെ എക്സിക്യൂട്ട് ചെയ്യാനാ അല്ലേ? എല്ലാ സെലക്ടഡ് ടെസ്റ്റ് കേസിനെ മാത്രം എക്സിക്യൂട്ട് ചെയ്യാനാണെങ്കിൽ ജെൻകിൻസിന്റെ അല്ലെങ്കിൽ
ഗിറ്റ്ഹബിന്റെ ഒന്നും ആവശ്യം എനിക്കില്ലല്ലോ. അതെ അതെ. അതുകൊണ്ട് ബൈ ഡിഫോൾട്ട് ആയിട്ട് ഫോർബിഡ് ഓൺലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ നമുക്ക് പ്ലേ റൈറ്റിൽ അവൈലബിൾ ആണ്. സെലീനിയ പോലത്തെ ടൂൾസിൽ അങ്ങനത്തെ അവൈലബിലിറ്റി ഒന്നും ഇല്ല കേട്ടോ. സെലീനിയത്തിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന പോലെ വരാന്നേ ഉള്ളൂ. പ്ലേറൈറ്റ് ജാവാസ്ക്രിപ്റ്റ് പ്ലേറൈറ്റിൽ നമുക്കൊരു ഓപ്ഷൻ അവൈലബിൾ ആണ് ഫോർബിഡ് ഓൺലി എന്ന് പറഞ്ഞിട്ട്. അതായത് ടെസ്റ്റ് ഡോട്ട് ഓൺലി എന്ന് നമ്മൾ ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി കുറച്ച് താഴേക്ക് വന്നിടാ. കോൺഫിഗർ പ്രൊജക്ട്സ് ഫോർ മേജർ ബ്രൗസേഴ്സ്. ഞാൻ പറയുന്ന സെറ്റിങ്സ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ടൈം ഔട്ട് എന്ന് പറയുന്നത്. നമ്മളിപ്പോ എന്താ പറയാ, വെയിറ്റ് ഫോർ ടൈം ഔട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ വെയിറ്റ്സ് യൂസ് ചെയ്തൊക്കെ നമ്മൾ വെയിറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിന് മാത്രമായിട്ട്. ഇത് അതിന്റെ ആവശ്യമില്ല. പകരം ഞാൻ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഞാൻ പറയുകയാണ് ദാറ്റ് എനിക്കൊരു 3 സെക്കൻഡ്സിന്റെ വെയിറ്റ് എനിക്കൊന്ന് ഹോൾഡിൽ വെക്കാനുണ്ട്. എല്ലാ ടെസ്റ്റ് കേസും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 3 സെക്കൻഡ്സിന്റെ ഹോൾഡ് എനിക്ക് അഡീഷണലി ആവശ്യമുണ്ട് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന പാരാമീറ്റർ ആണ് ടൈം ഔട്ട്. നമ്മളത് കൊടുക്കുക എവിടെ വെച്ചാൽ ടെസ്റ്റ് ഡയറക്ടറി എന്ന് പറഞ്ഞിട്ട് ബിഗിനിങ്ങിൽ നമുക്കൊരു ആട്രിബ്യൂട്ട് അവൈലബിൾ ആണ്. അതിലേക്ക് പോകുമോ? കോമ നമ്മളത് ഗ്ലോബൽ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അതായത് ബ്രൗസറിന് സ്പെസിഫിക് ആയിട്ടല്ല നമ്മളത് കൊടുക്കുക. പകരം ബ്രൗസറിന് സ്പെസിഫിക് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. അതായത് ഈ ഫീച്ചേഴ്സിന് നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ കോൺഫിഗറേഷൻസ് നമ്മൾ ഗ്ലോബൽ ആയിട്ട് കൊടുത്താൽ എല്ലാ ബ്രൗസേഴ്സിലും ഒരുപോലെ വർക്ക് ചെയ്യും. അതെല്ലാം എനിക്ക് സ്പെസിഫിക് ആയിട്ട് ബ്രൗസേഴ്സിൽ മാത്രമാക്കി കൊടുത്താൽ ആ ബ്രൗസറിന് മാത്രമായിട്ട് വർക്ക് ചെയ്യും. ഈ ടെസ്റ്റ് DIR എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ഗ്ലോബൽ ആയി കിടക്കണം. കോമ കഴിഞ്ഞ് എൻ്റർ അടിക്കട. ടൈം ഔട്ട് കോലൻ 30 into 1000 കണ്ടോ? എൻ്റർ ദാറ്റ് മച്ച്. 30 into 1000 എന്ന് വെച്ചാൽ എത്രയാണ്? 3 മില്ലി സെക്കൻഡ്സ്. നമ്മൾ ഒരിക്കലും ഓട്ടോമേഷൻ ടെസ്റ്റിംഗിൽ ഒരുപാട് ടൈം കൊടുക്കരുത് കേട്ടോ. ഒരു ഡൗട്ട്, ഇതിപ്പം ഓരോ എലമെന്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പം ഈ 3 മില്ലി സെക്കൻഡ്സിന്റെ വെയിറ്റ് ആണ്, അതായത് നെക്സ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ അല്ല. അതായത് നമ്മളുടെ എൻറ്റയർ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒരു 3 സെക്കൻഡ്സിന്റെ വെയിറ്റ്. അതായത് ഓരോ ടെസ്റ്റ് കേസസ് കഴിയുമ്പോൾ ലെവലില്. മറ്റേത് ഓരോ എലമെന്റ്സിന്റെ ലെവലിൽ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ നോർമലി നമ്മൾ ചെയ്യുന്ന വെയിറ്റ് ഫോർ എന്താണ് ഇവന്റ്, വെയിറ്റ് ഫോർ ടൈം ഔട്ട്, അതൊക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് താഴെ പ്രൊജക്റ്റ് ഇതിലേക്ക് വന്നിടാം. പ്രൊജക്ട്സില് ആ കേളി ബ്രാക്കറ്റ്സിന്റെ ഉള്ളിലാണ് എഴുതേണ്ടത്. യൂസ് കോളൻ എന്ന് പറഞ്ഞിട്ട് ബ്രൗസർ, അത് തന്നെ യൂസ് കോളൻ. അതായത് യൂസ് കോളൻ ഓൾറെഡി ഉണ്ട്, അതിന്റെ അകത്ത് തന്നെ എഴുതി പോയാൽ മതി. വീണ്ടും യൂസ് കോളൻ ക്രിയേറ്റ് ചെയ്യണ്ട. ആ ഡോട്ട് ഡിവൈസസ് അത് കഴിഞ്ഞ് കോമ ഇടൂ. ഇത് കഴിഞ്ഞിട്ട് കോമ ഇടാനോ? സ്ക്വയർ ബ്രാക്കറ്റ്സ് കഴിഞ്ഞ് കോമ. എൻ്റർ അടിക്കണം. റീഡബിലിറ്റിക്ക് വേണ്ടി എൻ്റർ അടിച്ചോളൂ. ഫസ്റ്റ് കൊടുക്കേണ്ടത് ഹെഡ്ലെസ് കോളൻ ഫാൾസ്. ഹാഷ് ടച്ചല്ല, ഹെഡ്ലെസ് ആണെടാ. Give me 1 second.
ഓക്കെ, ഇവിടെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഹൈഫൻ ഹെഡഡ് എന്നൊന്നും കൊടുക്കുന്നില്ലായിരുന്നോ? ആ അതിന് പകരം നമ്മളിവിടെ കോൺഫിഗ് ജേസിൽ ഹെഡ്ലെസ് കോളൻ ഫാൾസ് എന്ന് 1 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എല്ലാ തവണയും ഹൈഫൻ ഹെഡഡ് എന്ന് കൊടുക്കണ്ട, ബൈ ഇറ്റ്സെൽഫ് ഹെഡഡ് മോഡിൽ വർക്ക് ചെയ്യും. ഓക്കെ, നമ്മള് യു ഐ കണ്ടുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഹൈഫൻ ഹെഡഡ് എന്ന ഓപ്ഷൻ കൊടുക്കില്ലായിരുന്നു വിജേഷ്? npx playwright test space ഹൈഫൻ ഹെഡഡ് എന്നുകൊണ്ട് കൊടുക്കുന്നില്ലായിരുന്നോ? വൺസ് നമ്മൾ ഈ കോൺഫിഗറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഹെഡ്ലെസ് കോളൻ ഫാൾസ് എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ ആണോടാ? ഇനി ലെറ്റ്സ് സേ എനിക്ക് ചില HTTPS എറേഴ്സ് വരാൻ ചാൻസസ് ഉണ്ട്, എനിക്ക് അതിനെ ഇഗ്നോർ ചെയ്യണമെന്ന് വിചാരിക്കൂ. ഞാനിപ്പോൾ ഈ സ്പെസിഫിക് ബ്രൗസറിൽ എനിക്ക് എന്താണ് HTTPS എറേഴ്സ് എനിക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ കോമ കഴിഞ്ഞിട്ട് എൻ്റർ അടിക്കടാ, ഇഗ്നോർ HTTPS എറേഴ്സ് കോളൻ ട്രൂ കൊടുക്കാം. ഇതുപോലെ അധികം റെക്കമെൻഡഡ് അല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ബേസ് URL എന്ന് പറഞ്ഞിട്ട്. അതായത് നിങ്ങൾക്ക് ക്രോമിൽ ഓപ്പൺ ചെയ്യേണ്ട URL ഫിക്സഡ് ആണെങ്കിൽ, നമ്മുടെ പ്രൊജക്ട് ചെയ്തപ്പോ നമുക്ക് പ്രൊജക്ടിന്റെ URL ഫിക്സഡ് ആയിരുന്നില്ലേ? വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോമ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ബേസ് URL കോളൻ എന്ന് പറഞ്ഞിട്ട് ആ URLനെ ഡയറക്ട്ലി അവിടെ കൊടുക്കാം. അപ്പൊ ബൈ ഇറ്റ്സെൽഫ് എന്ത് സംഭവിക്കും, അത് ലോഡ് ആയിരിക്കും. ഇത് റെക്കമെൻഡഡ് അല്ല. അതായത് ഇപ്പൊ നമ്മുടെ കോൺഫിഗ് ജേസ് ഫയൽ എടുത്ത ഏതൊരാൾക്കും ഈസി ആയിട്ട് URL ആക്സസിബിൾ ആവുമല്ലോ. അതുകൊണ്ട് റെക്കമെൻഡഡ് അല്ല, പക്ഷെ ഇങ്ങനെ മെത്തേഡ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു ബേസ് URLനെ നമ്മൾ നോർമലി ടെസ്റ്റിൽ എങ്ങനെയാ ഗോ ടു എഴുതുക? page.go_to എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റ്സിൽ നമ്മൾ ഡബിൾ കോട്ട്സിൽ URL പാസ് ചെയ്യും അല്ലേ? ഇതാണ് നമ്മൾക്ക് ഇങ്ങനെ ബേസ് URL ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ await page.go_to ബ്രാക്കറ്റ്സിൽ സിംഗിൾ കോട്ട്സ് ഇടുക, ഒരു സ്ലാഷ് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ ടെസ്റ്റ് കേസിൽ await page.go_to എന്ന് ഡയറക്ട്ലി എഴുതി ഒരു കോഡ് എഴുതുന്നതിനെക്കാട്ടിലും ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് സിംഗിൾ കോട്ട്സിൽ സ്ലാഷ് എന്ന് മാത്രം ഇട്ടാൽ മതിയാവും. റെക്കമെൻഡഡ് വേ അല്ല, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇത് ബേസ് URL അവിടെ പാസ് ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്നത്. അതെ, ബേസ് URL എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വാല്യൂ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെസ്റ്റ് കേസ് ഇല്ലേ, spec.js ഫയൽസ് അല്ലെങ്കിൽ നമ്മുടെ പേജ് ഒബ്ജക്ട് മോഡൽ നമ്മൾ എവിടെയാണോ .go_to യൂസ് ചെയ്യുന്നത് അവിടെ നമ്മൾ URL പാസ് ചെയ്യണ്ട, പകരം സ്ലാഷ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ക്ലിയർ അല്ലടാ? സോ ബേസിക് ആയിട്ട് നമുക്ക് ഇതൊക്കെയാണ് എന്താ പറയുക പ്ലേറൈറ്റിൽ എടുക്കാനുള്ളത്, അഡീഷണലി എടുക്കാനുണ്ടായിരുന്നത്. ഇത് ക്ലിയർ ആണോ? അപ്പം ഈ ഹെഡ്ലെസ് ഫോൾസ് കൊടുത്തിരിക്കുന്ന വേണ്ടല്ലോ, അത് വേണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഡെമോൺസ്ട്രേഷന് വേണ്ടി തന്നതാണ് അവിടെ.
ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊടുത്താൽ മതി. യൂസിന്റെ മുകളിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ താഴെ ആവശ്യമില്ല. താഴെ ആവശ്യം. ഓക്കെ, ഉം. ഇത്രയും ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഇല്ലല്ലോ? ഇല്ല. ഇല്ല. ഇനി നമുക്ക് ജാവാസ്ക്രിപ്റ്റിലേക്ക് വരാം. ജാവാസ്ക്രിപ്റ്റില് ഞങ്ങൾ ഇവിടെ അസിങ്ക് അവൈറ്റ് എന്നിട്ടുള്ള കീവേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ആ. നമുക്കറിയാം ദാറ്റ് നമ്മുടെ പ്രോഗ്രാമിനെ അസിൻക്രണസ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം അല്ലേ? ഉം. ഉം. അതായത് ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ ആയിട്ടല്ലാതെ ഓക്കെ ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലൈൻ എക്സിക്യൂട്ട് ആയില്ലെങ്കിൽ കുഴപ്പമില്ല, നെക്സ്റ്റ് ലൈനിലേക്ക് പോവാം, ഉം. അല്ലെങ്കിൽ ആ ഒരു ലൈൻ എക്സിക്യൂട്ട് ആവുന്നവരെയും വെയിറ്റ് ചെയ്തോളാം എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് അപ്രോച്ച് ആണ് അസിൻക്രണസ് അപ്രോച്ച് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉം. ഈ ഒരു അസിൻക്രണസ് അപ്രോച്ചിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഒന്ന് ഈ അസിൻക്രണസ് അപ്രോച്ച് ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് കാര്യമുണ്ട്. ഈ അസിങ്ക് അവൈറ്റ് എന്നത് ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കീവേഡ്സ് ആണ്. ഇത് പ്ലെയർ ആയിട്ട് റിലേഷണൽ അല്ല ആക്ച്വലി. അപ്പോ ജാവാസ്ക്രിപ്റ്റിൽ ഈ അസിങ്ക് അവൈറ്റ് എന്ന് പറഞ്ഞ കീവേഡ്സ് യൂസ് ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഈ അവൈറ്റ് എന്ന് പറഞ്ഞ കീവേഡ് ഒരു പ്രോമിസിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പ്രോമിസ് എന്താണെന്ന് വിനിഷ പറഞ്ഞിട്ടുണ്ടോ? എന്തോ വിൻഡോ മൾട്ടിപ്പിൾ വിൻഡോസ് ഓപ്പൺ ആകുമ്പോ മൾട്ടിപ്പിൾ വിൻഡോയുടെ സമയത്ത് പ്രോമിസ് എന്നായിട്ട് കേട്ടിട്ടുണ്ട് അല്ലേ? പ്രോമിസ് എന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് പറഞ്ഞാൽ ഫ്യൂച്ചർ റിസൾട്ട് ഉണ്ട് എനിക്ക്. ഓക്കെ, അത് സക്സസ് ആവാം ഫെയിലിയർ ആവാം, എനിക്ക് എൻഡ് ഓഫ് ദ ഡേ ഒരു ഫ്യൂച്ചർ റിസൾട്ട് ഉണ്ട്. ആ ഫ്യൂച്ചർ റിസൾട്ടിനെ എനിക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ജാവാസ്ക്രിപ്റ്റിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊവിഷൻ ആണ് പ്രോമിസസ്. അപ്പൊ നമ്മൾ മൾട്ടിപ്പിൾ വിൻഡോയുടെ കേസ് പറയുകയാണെങ്കിൽ ഏത് ഒരു വിൻഡോ ഓപ്പൺ ആവും അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവത്തില്ല അല്ലെ? എൻഡ് ഓഫ് ദ ഡേ അതിനൊരു റിസൾട്ട് ഉണ്ട്, സക്സസ് ഓർ ഫെയിലിയർ എന്ന് വേണ്ടിട്ട്. അപ്പൊ ഇതിനെ സ്റ്റോർ ചെയ്യാനായിട്ട് അസിങ്ക് അവൈറ്റ് കീവേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിനെ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇന്റേണൽ ഫങ്ഷണാലിറ്റിയാണ് പ്രോമിസ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോമിസിനെ നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം. ഓക്കെ, അതായത് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഏറ്റവും പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ പ്ലെയർ ആയിട്ടുള്ള കുറെ സ്ഥലത്ത് അസിങ്ക് അവൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഡോട്ട് ക്ലിക്കില് ഡോട്ട് ഫില്ലിൽ എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എവിടെയെങ്കിലും എക്സ്പ്ലിസിറ്റ് ആയിട്ട് പോയിട്ട് പ്രോമിസ് എഴുതിയിട്ടുണ്ടോ? ഇല്ല. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡോട്ട് ക്ലിക്ക് ഡോട്ട് ഫിൽ എന്നൊക്കെ പറഞ്ഞ ഫങ്ഷൻസ് ഉണ്ടല്ലോ, ഈ ഫങ്ഷൻസിന്റെ ഉള്ളിൽ തന്നെ ഇന്റേണൽ ആയിട്ട് പ്രോമിസസിനെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് എന്താ പറയാ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതായി വരാത്തത്. മനസ്സിലായോ? അതിൽ ബേസിക് ആയിട്ട് നമുക്ക് വരുന്ന രണ്ട് കാര്യങ്ങൾ റിസോൾവ് ഉണ്ട്, റിജക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ റിസോൾവ് എന്ന് വെച്ചാൽ സക്സസ് റിസൾട്ടും റിജക്റ്റ് എന്ന് വെച്ചാൽ ഫെയിൽഡ് റിസൾട്ടും. റിജക്റ്റ് എന്ന് പറയുന്നത് ഫെയിൽഡ്. ഓക്കെ ഓക്കെ, പ്രോമിസസ് എന്താണ് എന്ന് ക്ലിയർ ആണോടാ? കാരണം പ്രോമിസ് ഓൾറെഡി നമ്മൾ ഇവിടെ ഓൾറെഡി എന്താ പറയാ മൾട്ടിപ്പിൾ വിൻഡോ ഹാൻഡ്ലിംഗിൽ പ്രോമിസ് നിങ്ങൾ ചെയ്തതാണ്. അപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് വേറെ എന്താ പറയാ ജാവാസ്ക്രിപ്റ്റിൽ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ല, ഓൾറെഡി റിയൽ ടൈം എക്സാമ്പിൾ ആണ് നിങ്ങൾ ചെയ്തത്. ഈ പ്രോമിസിനെ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ പ്രോമിസ് എന്താണ്, ഈ പ്രോമിസിന്റെ പ്രോമിസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാരാമീറ്റേഴ്സ് എന്താണ്, അത് അത്രയും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നതാണ് ഈ റിസോൾവും റിജക്റ്റും. അതെ അതെ.
ഈ നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട് പാസ്ഡ് ആണെങ്കിൽ അത് റിസോൾവും, ഫെയിൽഡ് ആണെങ്കിൽ റിജക്റ്റിലേക്കും പോകും. അത് ഫിക്സഡ് കീവേഡ്സ് ആണ്, നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. പിന്നെ റീഡബിലിറ്റിന്റെ കേസിൽ നോക്കുമ്പോൾ അസിൻക് അവൈറ്റിന്റെ അത്ര തന്നെ റീഡബിലിറ്റി പ്രോമിസിനില്ല. കാരണം അതിനൊരു സ്പെസിഫിക് ആയിട്ട് ഫോർമാറ്റ് ഫോളോ ചെയ്യണം. കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ് പ്രോമിസ് എന്ന് പറയുന്ന ഒരു കാര്യം. അതിലേത് പ്രോമിസ് ഡോട്ട് ഓൾ കേർലി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒരു സ്പെസിഫിക് സിന്റാക്സ് ഫോളോ ചെയ്താണ് എഴുതിയത് അല്ലേ? അതെ അതെ. അപ്പൊ അത് കമ്പയർ ടു അസിൻക് അവൈറ്റ് അത്ര തന്നെ റീഡബിലിറ്റി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അതേസമയം പ്രോമിസ് അസിൻക് അവൈറ്റിന്റെ കൂടെ മാത്രമേ യൂസ് ചെയ്യാവൂന്നില്ല കേട്ടോ. അതായത് നമ്മളുടെ സിൻക്രണസ് ആയിട്ടുള്ള പ്രോഗ്രാമിനെ അസിൻക്രണസ് ആക്കാൻ പ്രോമിസ് മാത്രമായിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ജാവാസ്ക്രിപ്റ്റിന്റെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ ഓക്കെ, അതായത് പ്രോമിസിന് അസിൻക് അവൈറ്റിന്റെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ പ്രോമിസിന് സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിൽക്കാൻ പറ്റില്ല എന്നല്ല. അസിൻക് ഇല്ലെങ്കിൽ അവൈറ്റിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ പ്രോമിസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിന് ഒറ്റയ്ക്കും നിൽക്കാൻ പറ്റും, അസിൻക് അവൈറ്റിന്റെ കൂടെയും നിൽക്കാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ. അതുപോലെ നിങ്ങൾ ചില സമയത്തൊക്കെ കണ്ടിട്ടുണ്ടാവും കോൾ ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. കോൾ ബാക്ക് ഫങ്ഷൻസ്. അതായത് കോൾ ബാക്ക് എന്ന് വെച്ചാൽ ഏറ്റവും ബേസിക് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, എനിക്ക് ഏറ്റവും മനസ്സിലാവാൻ ഈസിനെസ്സിൽ ഞാൻ പറയുകയാണെങ്കിൽ, എൻ്റെ കയ്യിലൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കും. ഫംഗ്ഷൻ എ എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അതിലേക്ക് അതിന്റെ ഒരു പാരാമീറ്റർ ആയിട്ട് ഞാൻ ഫംഗ്ഷൻ ബി എ പാസ് ചെയ്യാന്ന് വിചാരിക്കൂ. ഫംഗ്ഷൻ എ എന്ന് പറഞ്ഞ ക്ലാസിന്റെ ഒരു പാരാമീറ്റർ ആയിട്ട് ഫംഗ്ഷൻ ബി എ ഞാൻ പാസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് കോൾ ബാക്ക്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ലോഗിന്റെ ഒരു ഫംഗ്ഷൻ എഴുതി, സോറി ലോഗിന്റെ അല്ല, പർച്ചേസിന്റെ ഒരു ഫംഗ്ഷൻ എഴുതി. എന്നിട്ട് അതിന്റെ ഒരു പാരാമീറ്റർ ആയിട്ട് ഞാൻ ലോഗിനെ പാസ് ചെയ്യാന്ന് വിചാരിക്കും. അതായത് എനിക്ക് ആദ്യം ലോഗിൻ ചെയ്ത ശേഷം വേണം എന്ത് ചെയ്യാനായിട്ട്, പർച്ചേസ് ചെയ്യാനായിട്ട്. ആദ്യം ഞാൻ എന്ത് ചെയ്തു, ലോഗിൻ എന്ന ഫംഗ്ഷനെ ആദ്യം വിളിച്ചു. എങ്ങനെ? ഈ പർച്ചേസ് എന്ന ഫംഗ്ഷന്റെ പാരാമീറ്റർ ആയിക്കൊണ്ട് വിളിക്കുകയാണെന്ന് വിചാരിക്കൂ. ഇതൊക്കെ കൺസെപ്റ്റ്സ് ആണ്. കോൾ ബാക്ക് എന്നൊക്കെ പറയുന്നത് ഒരുപാട് നമ്മൾ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുകയുള്ളൂ നമ്മുടെ കോഡിനെ. പക്ഷെ കോൾ ബാക്ക് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, കാരണം അതൊക്കെ നമ്മളോട് ചോദിക്കാൻ ചാൻസസ് ഉള്ളതാണ്. അതുകൊണ്ട് ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കോൾ ബാക്ക് എന്താണെന്ന് ക്ലിയർ ആണോടാ? അതായത് ഒരു ഫംഗ്ഷനെ മറ്റൊരു ഫംഗ്ഷന്റെ പാരാമീറ്റർ ആക്കി വിളിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കോൾ ബാക്ക് ഫംഗ്ഷൻ അല്ലെങ്കിൽ കോൾ ബാക്ക് എന്ന്. വിജേഷിന് ക്ലിയർ അല്ലേടാ? ഇനി ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ തന്നെ മൾട്ടിപ്പിൾ കോൾ ബാക്സ് വരികയാണെന്ന് വിചാരിക്കും. ഇന്റേണലി മൾട്ടിപ്പിൾ കോൾ ബാക്സ് വരികയാണെങ്കിൽ അവിടെ ഒരു റേസ് കണ്ടീഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ആംബിഗ്യൂറ്റി ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഈ ഒരു ആംബിഗ്യൂറ്റി ക്രിയേറ്റ് ചെയ്തതിനെ പറയുന്ന പേരാണ് കോൾ ബാക്ക് ഹെൽ. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് കൺസെപ്റ്റ്സ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഓടിച്ച് പറഞ്ഞു പോകുന്നത് കേട്ടോ. അതായത് നമ്മള് നെസ്റ്റഡ് ആയിട്ട് പോകുമ്പോ, അതായത് എന്റെ കയ്യിൽ ആദ്യം ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ എ ഫംഗ്ഷൻ ബിനെ പാരാമീറ്റർ ആയി പാസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഫംഗ്ഷൻ ബിയിലേക്ക് എത്തുമ്പോൾ അതിന്റെ ഉള്ളിൽ അഗെയിൻ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിൽ അഗെയിൻ ഒരു കോൾ ബാക്ക് ഉണ്ട്. മനസ്സിലായോ? അതായത് ഉള്ളിൽ ഇന്റേണൽ ആയിട്ട് മൾട്ടിപ്പിൾ ടൈംസ് കോൾ ബാക്ക് ഞാൻ എഴുതുകയാണെങ്കിൽ ഒരു ആംബിഗ്വിറ്റി വരും, അതുപോലെ റേസ് കണ്ടീഷൻ അവിടെ വരും. അപ്പോ ഈ ആംബിഗ്വിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന ഒരു കൺഫ്യൂഷൻ വരും. അതായത് ഇന്റർപ്രറ്ററിന് ഒരു കൺഫ്യൂഷൻ വരും, ഏതാദ്യം എക്സിക്യൂട്ട് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ വരും.
ആ കൺഫ്യൂഷനെ അവോയ്ഡ് ചെയ്യാനായിട്ട് എപ്പോഴും ഒരു ബെസ്റ്റ് കോൾ ബാക്ക് ഇപ്പൊ യൂസ് ചെയ്യാറില്ല. ഓൾഡർ അപ്രോച്ച് ആണ്. അതിന് പകരമായിട്ട് നമ്മൾ പെർസിങ്, കെവൈറ്റ്, കീവേഡ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുക. അങ്ങനത്തെ അപ്രോച്ചസ് നമുക്ക് അവൈലബിൾ ആണ്. അധികം ഇൻ യൂസ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലൊരു എറേഴ്സ് ഒക്കെ വന്നാൽ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും, അനലൈസ് ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇത് ക്ലിയർ ആണോ? കോൾ ബാക്ക് ക്ലിയർ ആണോടാ? ഓക്കെ, ഞാൻ ഇന്ന് ഇത്ര എടുത്തിട്ട് നിർത്തുകയാണ്. നമ്മൾ ഇന്ന് പ്ലെയർ ആയിട്ടും ജാവാസ്ക്രിപ്റ്റ് ആയിട്ട് കുറെ ടോപ്പിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്കിനി നാളെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. താങ്ക് യു. എൻ്റെ ഡീറ്റെയിൽഡ് നോട്ട്സ് ഉണ്ട്. ഞാൻ ഒരുമിച്ച് ഡീറ്റെയിൽ നോട്ട്സ് ആയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഈ 1 വീക്കിന്റെ കഴിഞ്ഞിട്ട് ഷെയർ ചെയ്യാമേ. വിജേഷ് പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്ത് എന്നോട് ഇൻഫോം ചെയ്യണം കേട്ടോ. ആൻഡ് അതുപോലെ ഞാനൊരു റിവ്യൂ ലിങ്ക് തരാമേ. ആ റിവ്യൂ ലിങ്കിൽ ഒന്ന് നമ്മുടെ സെഷനെ കുറിച്ചുള്ള റിവ്യൂ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.